പ്രിയ സഹോദരങ്ങളെ, ഈ ബുധനാഴ്ച മാർച്ച് 11 നാം പാതി നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ബിസ്മൽക്കോയുടെ സമയത്ത് ഗാഗുൽത്ത സ്ഥാപിക്കുന്ന ശുശ്രൂഷ നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കും. ദേവാലയ മധ്യത്തിൽ ഗാഗുൽത്ത നാട്ടുന്ന ശുശ്രൂഷ എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഗാഗുൽത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പട്ടുതുണി മൂടിയ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിന് മുകളിൽ പട്ട് ഊറാല ധരിപ്പിച്ച ഒരു മരക്കുരിശും ഉണ്ടായിരിക്കും. ഗാഗുൽത്തായുടെ ഷെയ്പ്പ് ഒരു ആൾരൂപമാണ്. കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥനാ രൂപത്തിൽ നിൽക്കുന്ന ഒരാളുടെ രൂപം. സ്റ്റാൻഡിനെ മൂടിയിരിക്കുന്ന പട്ടുതുണിയും ഊറാലയുടെയും നിറം ചുവപ്പാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്ന നിറമാണല്ലോ രക്തപങ്കിലമായ ചുവപ്പ് നിറം. നമ്മുടെ കർത്താവ് തൻ്റെ കുരിശിലൂടെയാണ് നമ്മെ രക്ഷിച്ചത് എന്ന സത്യം നാം ഇവിടെ ഓർമ്മിക്കുകയാണ്. ഗാഗുൽത്ത പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ഈ ശുശ്രൂഷയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയിൽ പ്രസ്തുത കർമ്മത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മോശ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചു. അക്ഷമരായ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരെ പിറുപിറുത്ത് പാപം ചെയ്തു. അവർ മോശയോടെ പരാതിപ്പെട്ടു: ഈജിപ്തിൽ നിന്നും മരിക്കുവാനാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട മന്ന തിന്ന് ഞങ്ങൾ മടുത്തു. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാത്ത നന്ദികെട്ട ജനത്തിനു നേരെ ദൈവകോപം ജ്വലിച്ചു. ദൈവം ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് വളരെ പേർ മരിച്ചു. അപ്പോൾ ജനം മോശയോട് ഈ ശിക്ഷ പിൻവലിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് കൽപ്പിച്ചു, ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് മധ്യേ നാട്ടി നിർത്തുക. സർപ്പദർശനം ഏറ്റവർ ആ പിത്തള സർപ്പത്തെ നോക്കുമ്പോൾ അവർ മരിക്കുകയില്ല, ജീവിക്കും. ഇതാണ് പഴയ നിയമ സംഭവം. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലെ പിത്തള സർപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ തന്നിലേക്ക് എല്ലാവരെയും ആകർഷിച്ചു. യേശു യോഹന്നാന്റെ 3-14 പറയുന്നു, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ട സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് യേശുവിൻ്റെ ക്രൂശാരോഹണ സമയമാണ്. അവൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയം. ഇത് മനുഷ്യരക്ഷയുടെ സമയമാണ്. പാപികൾക്ക് രക്ഷ ലഭിക്കുന്നത് അവൻ്റെ കുരിശുമരണം വഴിയാണ്. പാപത്തിൻ്റെ ദംശനമേറ്റ് മരണത്തിൻ്റെ താഴ്വരയിൽ ആയിരിക്കുന്ന മനുഷ്യർക്ക് രക്ഷ ലഭിക്കുക കുരിശിൽ തൂങ്ങപ്പെട്ട രക്ഷകനിൽ നിന്നാണ്. നോയമ്പുകാലം എന്നാൽ ക്രൂശിക്കപ്പെട്ടവനെ നമ്മുടെ കുരിശുമെടുത്ത് അനുഗമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നോയമ്പുകാലം നമ്മുടെ പഴയ മനുഷ്യൻ്റെ എല്ലാ ചീത്തുകളെയും നമ്മുടെ കർത്താവിൻ്റെ കുരിശിൽ ക്രൂശിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്തുവാതിരിക്കുവാനായിട്ട് നോയമ്പുകാലം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.